ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ലഡു ഉണ്ടാകും. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് കടലമാവാണ് ആദ്യമായിട്ട് വരുന്നത് കടലമാവ്. ഈ കടലമാവ് ഞാൻ ആവിയിലൊന്ന് ആവി കഴിഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലി കുട്ടത്തിൽ ഒത്തിരി അങ്ങ് ഇതായി പോവും, ലെങ്തായി പോകുമെന്ന് വിചാരിച്ചാണ് ഞാൻ കുറച്ച് പറയാത്തത്. അത് ഇഡ്ഡലി കുട്ടത്തട്ട വെച്ച് ആവി കഴിച്ചു. അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം അത് നമ്മൾ കലക്കി, കട്ടയില്ലാതെ കലക്കി പരന്ന പ്ലേറ്റിനകത്ത് ഒഴിക്കരുത്. ഈ കട്ടിയുള്ളതാണ് ഒഴിക്കരുത്. നമ്മളിപ്പോൾ കിണ്ണനപ്പമൊക്കെ ഉണ്ടാക്കാൻ പോകുമ്പോൾ വലിയ കുടുവനകത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യേണ്ട. പരന്ന ഒരു പ്ലേറ്റിനകത്തോട്ട് ഒഴിച്ച് അത് വേവിക്കണം. വെന്ത് കഴിഞ്ഞിട്ട് സ്ക്വയർ പരുവത്തിനായിട്ട് നമ്മൾ കീറിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിക്കണം. ഒത്തിരി പൊടിക്കുമല്ല, തരിതരിയായിട്ട് പൊടിക്കണം. പൊടിക്കട്ടെ. പ്രാവശ്യമായിട്ട് പശ ഒരു 1/4 കിലോ കടലമാവ് എടുത്തിട്ടുള്ളൂ ഞാൻ. അതിലൊക്കെ ഇപ്പം നോക്കാം, എല്ലാം പഠിച്ചിരിക്കല്ലേ. ഇനി ചട്ടി വെച്ചു, പഞ്ചസാര ഒരുക്കാൻ പോവാൻ. വെള്ളം ഒന്നുകൊണ്ട് തുടങ്ങിയാണ്. പഞ്ചസാരയിട്ട് ഞാൻ വെള്ളം ഒഴിക്കും. അതൊന്ന് പാനിയാവണം. നല്ലപോലെ പാനിയാവണം. അതിനും കുറവാകുന്നു. അപ്പോൾ ഇച്ചിരി പഞ്ചസാര ഇട്ട്
ശർക്കര പാവ് വച്ചതുകൊണ്ട് തന്നെ പഞ്ചസാര ഇതുപോലെ ഒരു കാണിച്ചേക്കുക. വയ്യ നമുക്ക് ഈ കടലമാവ് ചതച്ച് വെച്ചിരിക്കുന്ന കടലമാവ് കണ്ടോ, കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം അത് മാറിക്കോളും. നെയ്യ് ഒഴിക്കണം. ഇപ്പം ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ചേർന്നോന്നല്ലോ നെയ്യ്. അവിടെ മുരി കെട്ടും. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടുവാണേ. ഈ തണുത്തിട്ട് നമുക്ക് ഉരുട്ടാം. വിട്ടാൽ ചൂടല്ലേ, കട്ടയൊക്കെ പറഞ്ഞ് പൊക്കോളും. പൊറിയിക്കോളും. തണുത്തിട്ട് നമുക്ക് ഉരുട്ടാം. അപ്പോൾ ലഡു തയ്യാറായി. ഓക്കെ, റെഡിയായി. നമുക്കപ്പോൾ വീട്ടിൽ തന്നെ ലഡു ഉണ്ടാക്കി കഴിക്കാം. എന്താ, ഒരു 1/4 കിലോയുടെ ലഡു കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത്ര ഒരു 13-15 എണ്ണം കിട്ടും. നല്ല ഇച്ചിരൂടെ ചെറുതാക്കിയ ഇച്ചിരൂടെ കൂടുതൽ കിട്ടും. പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല ലഡുവാണേ. എന്താ, വീട്ടിലുണ്ടാക്കിയ ലഡുവാണ്. നമുക്ക് ധൈര്യമായിട്ട് നെയ്യും ഒക്കെ ചേർത്തതാണ്, അല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കണം. എന്നെപ്പോലെ അറിയാൻ വയ്യാത്തവരും ഇത് ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നമ്മളിത് കാണുമ്പോൾ ഒരു ലൈക്കും ഒക്കെ തരികയും ചെയ്യണം. ഓക്കേ.